നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്ന് നമ്മുടെ മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം തന്നെ ഇറാൻ, ഇസ്രായേൽ, US വാർ കാരണം വലിയ തോതിൽ വോളറ്റിലിറ്റി ഉണ്ടായിരുന്നു. US വിക്സ്, അതായത് US വോളറ്റിലിറ്റി ഇൻഡെക്സ് 30 മറികടന്നു. അത്രക്കും ഒരു ഫിയർ അല്ലെങ്കിൽ അൺസർട്ടനിറ്റി US മാർക്കറ്റിലും ഗ്ലോബൽ മാർക്കറ്റിലും ഉണ്ട്. ഇന്നത്തെ പുതിയ ന്യൂസ്, ട്രംപ് ഇറാനിലെ ഈ എനർജി ഏരിയസിൽ ആക്രമണം നടത്താനായിട്ട് 10 ദിവസം പോസ് ചെയ്തു എന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. ഇതൊരു പോസിറ്റീവ് ന്യൂസാണ്. പക്ഷേ ഇത് മാർക്കറ്റ് അത് അത്ര കണ്ട് പോസിറ്റീവായിട്ട് എടുത്തിട്ടില്ല. കാരണം വളരെ റീസെൻ്റായിട്ട് 5 ദിവസത്തെ സീസ് ഫയർ പറഞ്ഞതിന് ശേഷം പ്രത്യേകിച്ച് ആ ദിവസം മാറ്റി നിർത്തിയാൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതും വലിയ തോതിൽ മാർക്കറ്റ് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചറും യൂറോപ്യൻ ഫ്യൂച്ചറും പോസിറ്റീവാണ്. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല. ഇന്നലെ US മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റും വലിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിനോടൊപ്പം തന്നെ ട്രംപ് 10,000 പേരെ ഈ ഒരു ഇറാനിലേക്ക് അയക്കുന്നുണ്ട്, കരയുദ്ധം തുടങ്ങുന്നുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ ഉണ്ട്. ഇന്ത്യക്ക് ആശ്വാസമായിട്ട് ഇന്ത്യയുടെ LPG ഷിപ്പെല്ലാം തന്നെ നമുക്ക് വരുന്നുണ്ടെങ്കിലും ഈ വലിയ തോതിലുള്ള ഒരു ഭക്ഷ്യക്ഷാമം നേരിടാനുള്ള സാധ്യത ഗ്ലോബലി ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഈ ഒരു യുദ്ധം പെട്ടെന്ന് തീരുമോ, അല്ലെങ്കിൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഓയിൽ പ്രൈസെല്ലാം തന്നെ 120 അല്ലെങ്കിൽ 150 ഒക്കെ മറികടക്കും. ഇതെല്ലാം അസംഷനാണ് എന്നുള്ള രീതിയിലും നമുക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. എനിവേ, നമുക്ക് നേരെ ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. അതിനു മുമ്പ് ഇന്ന് വൈകിട്ട് 7 മണിക്ക് നമ്മളുടെ ലൈവ് ഉണ്ട്, യൂട്യൂബിൽ ലൈവ് ഉണ്ട്. നിങ്ങളുടെ എന്ത് സംശയവും നിങ്ങൾക്ക് ലൈവിൽ ചോദിക്കാം, കൃത്യമായിട്ട് മറുപടി കിട്ടും. അപ്പോൾ ഇന്ന് ലൈവ് ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കൂടി എത്തിക്കുക. വൈകിട്ട് 7 മണിക്ക് നമ്മളുടെ ചാനലിൽ യൂട്യൂബ് ലൈവ് നമ്മൾ ലൈവ് Q&A ചെയ്യുകയാണ്. ഇനി നമുക്ക് നേരെ ഗ്ലോബൽ മാർക്കറ്റൊക്കെ ഒന്ന് കണ്ടുവരാം. അതിന് മുമ്പ് ഇന്നത്തെ പ്രധാന സ്റ്റോക്കുകളുടെ വാർത്തകൾ നോക്കാം. ഇതൊരു ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല. പോളിപ്ലെക്സ് കോർപ്പറേഷൻ കമ്പനി ഇവർ ഡിഫിനിറ്റീവ് എഗ്രിമെൻറ്റ് പ്രകാരം ടെക്നോവയുടെ 51% സ്റ്റേക്ക് 62 കോടി രൂപ മുടക്കി അക്യൂർ ചെയ്തു. കൊച്ചിൻ ഷിപ്പ്യാർഡായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്പനി ഒരു ന്യൂസ് ഉള്ളത്, ഇവർ ഇലക്ട്രിക്കൽ മൊബിലിറ്റി ടെക്നോളജി എൻഹാൻസ് ചെയ്യാനായിട്ട് HPL എഞ്ചിനീയറിംഗ് ലിമിറ്റഡായിട്ട് ജോയിൻറ്റ് വെഞ്ചർ കരാറിൽ ഏർപ്പെട്ടു. പവർമക്ക് പ്രൊജക്റ്റ് കമ്പനി 250 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം അവർ കോൺട്രാക്റ്റിൽ ലഭിച്ചു. ബ്രിഗേഡ് എൻ്റർപ്രൈസസ് കമ്പനി റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. ബാംഗ്ലൂരിൽ അവർ 700 കോടി രൂപയുടെ ഒരു റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് അവർ ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. കോൺകോഡ് കൺട്രോൾ സിസ്റ്റം കമ്പനി 842 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചു. സുല വൈൻയാർഡ് കമ്പനി ഇവർ ഈ വൈൻ ടൂറിസം ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇവർ 19 ഏക്കർ ലാൻഡ് അക്യൂർ ചെയ്തു. HFCL കമ്പനി 580 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചു. ഇൻഫോസിസ് കമ്പനി ഇവർക്ക് 2 ഇൻഷുറൻസ് മേഖലയിൽ നിന്നുള്ള 2 IT കോൺട്രാക്റ്റ് ലഭിച്ചു എന്നുള്ളതാണ് ന്യൂസ്. ഇനി നമുക്ക് നേരെ ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് പരിശോധിക്കാം. ഏറ്റവും ടോപ്പിൽ ഗോൾഡ് 4405, സിൽവർ 68, ബിറ്റ്കോയിൻ 68,000, ബിറ്റ്കോയിൻ ഇടിഞ്ഞു, $2,300 ഇടിഞ്ഞു. ബ്രന്റ് ഒരു 100 സ്പൈക്ക് ചെയ്തെത്തി. നാച്ചുറൽ ഗ്യാസ് കാണാം 2.9. നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 23,070. നമുക്കുണ്ടായിരുന്ന ക്ലോസിങ് 23,300. 200 പോയിൻ്റ് അടുത്തൊരു ഗ്യാപ്പ് ഡൗൺ ആണ് ആസ് ഓഫ് നോ ഉള്ളത്. ഡോ ഫ്യൂച്ചർ കാണാം പ്ലസ്സിലാണ്, നാസ്ഡാക്ക് ഫ്യൂച്ചർ കാണാം പ്ലസ്സിലാണ്. എന്നാൽ ചൈന, കൊറിയ, ജപ്പാൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഇടിവിലാണ്. ഡാക്സ്, CSE 40, FTSE ഇന്നലെ ക്ലോസായ യൂറോപ്യൻ മാർക്കറ്റ് നെഗറ്റീവായിരുന്നു. ഡോവും നാസ്ഡാക്ക് ഇന്നലെ ക്ലോസായ US മാർക്കറ്റ് വലിയ തോതിൽ ഇടിവിലായിരുന്നു. ഏറ്റവും താഴെ US വിക്സ് 32 എത്തി നിൽക്കുകയാണ്. ഇത് നമ്മളുടെ IPO ആണ്. പവറിക്ക കമ്പനിയുടെ IPO, അമർചന്ദ്, സൈപ്രൻ്റ് എല്ലാം തന്നെ ഇന്ന് ക്ലോസ് ആകും. 24-ാം തീയതി ഓപ്പൺ ആയതാണ്. ആ IPOയുടെ പ്രൈസ് എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. 375, 395 പോസ് ചെയ്ത് നോക്കാം. ഇതിൽ ഈ അമർചന്ദ് മാത്രമാണ് ഈ ഓവർ സബ്സ്ക്രിപ്ഷൻ ആയിട്ടുള്ളൂ. മറ്റത് രണ്ട് IPOസും സബ്സ്ക്രിപ്ഷൻ കുറവാണ് എന്ന് കാണാൻ സാധിക്കും. ഇത് IPO ഡീറ്റെയിൽ ആയിരുന്നു. ഇനി നമുക്ക് FIIസിൻ്റെ ആക്ടിവിറ്റീസ് പരിശോധിക്കാം. അവർ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു മാസം തന്നെ വലിയ തോതിൽ സെല്ല് ചെയ്തു. ഏകദേശം ഒരു
ഈ ഒരു വർഷം എത്തി നിൽക്കുമ്പോൾ 3,43,000 കോടി രൂപയൊക്കെയാണ് അവർ സെല്ല് ചെയ്തിട്ടുള്ളത്. വലിയ തോതിലുള്ളൊരു സെല്ലാണ് അവർ ഈ തവണ ചെയ്തിട്ടുള്ളത്. 3,70,000 ഗ്രോസ് സെയിലാണ്. ഈ മാസം 1,07,000 കോടി രൂപയാണ് സെല്ല് ചെയ്തിട്ടുള്ളത്. നെറ്റ് പർച്ചേസ് / സെയിൽസ് കാണാം. അവിടെ കാണാം ഓരോ ദിവസത്തെയും 25 മാർച്ച്, 24 മാർച്ച് അല്ലെങ്കിൽ 23 മാർച്ച് ഓരോ ദിവസവും എടുത്ത് ഈ ഒരു മാസം, അതായത് മാർച്ച് മാസം 1,00,000 കോടിയാണ് FIS ഇന്ത്യൻ മാർക്കിൽ നിന്ന് സെല്ല് ചെയ്ത് മാറിയത് എന്നുള്ള വാർത്തകൾ കാണാം. ഇത് നമ്മളുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. സ്പോട്ട് ഉള്ളത് 23,300 PCR നമുക്ക് ഉണ്ടായിരുന്നത് കഴിഞ്ഞ തവണ പുട്ട് കോൾ റേഷ്യോ 1.3 ആയിരുന്നു. ആളുകൾ കൂടുതൽ പുട്ട് റൈറ്റിംഗ് 23,000 അല്ല തന്നെ അഗ്രസീവ് പുട്ട് റൈറ്റിംഗ് ഉണ്ടായിരുന്നു. അതായത് ബുള്ളിഷായി 23,000 പൊട്ടില്ല എന്നുള്ള ധാരണയിൽ 23,000 ഷോർട്ട് ചെയ്തു. കൂടാതെ തന്നെ 22,500 23,000 ഇടയ്ക്കുള്ള ഒരുപാട് പുട്ട് ഓപ്ഷൻ റൈറ്റ് ചെയ്തു. കോളും റൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ PCR പുട്ട് കോൾ റേഷ്യോ കൂടുതൽ ആളുകൾ പുട്ട് ഷോർട്ട് ചെയ്യാൻ മീൻസ് ബുള്ളിഷായ രീതിയിലായിരുന്നു കഴിഞ്ഞ ആഴ്ച ഉള്ളത്. ആ മാർക്കറ്റ് 200 പോയിന്റ് ഗ്യാപ്പ് ഡൗൺ വരുമ്പോൾ ഈ ബുള്ളിഷായ ആളുകളെല്ലാം തന്നെ അവർ എക്സിറ്റ് ചെയ്യും. ഇനി ഗ്ലോബലി നോക്കുമ്പോൾ വളരെ അൺസർട്ടനിറ്റി നിൽക്കുന്ന സമയമാണ്. ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. പൊതുവേ ഇൻവെസ്റ്റേഴ്സ് എല്ലാം തന്നെ വളരെ റീസെൻ്റായിട്ട് കയറിയ നിഫ്റ്റിയുടെ ലോയിൽ നിന്ന് കയറിയ ഇൻവെസ്റ്റേഴ്സ് എല്ലാം തന്നെ പൊസിഷൻസ് എല്ലാം തന്നെ ഹോൾഡ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെയധികം കുറവുള്ള ദിവസമാണ്. കാരണം സാറ്റർഡേ സൺഡേ എന്തും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ എനിവേ നമുക്ക് വൈകിട്ട് 7 മണിക്ക് ലൈവിൽ കാണാം. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.